യഥാർത്ഥത്തിൽ ഒരുവിധം നല്ലൊരു വർക്ക് വനിതാ രംഗത്ത് ചെയ്യാൻ പറ്റി. കാരണം വനിതാ വേദികൾ അന്ന് കുട്ടികളുടെ ഇതുണ്ട്, ബാലവേദിയുണ്ട്. അതേപോലെ തന്നെ എല്ലാ യൂണിറ്റിലും വനിതാ വേദി ഉണ്ടാവണം എന്നൊരു നിർദ്ദേശം കൊടുക്കണമെന്ന് ഞാൻ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ അത് സംസ്ഥാന കമ്മിറ്റി അപ്രൂവ് ചെയ്തു. നിർദ്ദേശം താഴോട്ട് പോയി. എല്ലാ യൂണിറ്റിലൊന്നും ഉണ്ടായില്ല, പക്ഷേ ഒരു 50% യൂണിറ്റിൽ ഉണ്ടായി. എനിക്കിപ്പോൾ AG സർവീസ് ശനി ഞായർ അവധിയാണ്. പരിഷത്തിനും ശനി ഞായറും പരിപാടികളില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും. മറ്റേ വർക്ക്യൂമൻ അസോസിയേഷൻ്റെ ഒക്കെ ജോലി ഉണ്ടെങ്കിലും അത് ഓഫീസ് ഉള്ള ദിവസമാണ് വേണ്ടത്. ഈ ശനി ഞായറും പരിഷത്തിന് വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ പോയി ഏതാണ്ട് കേരളം മുഴുവൻ യാത്ര ചെയ്ത് വനിതാ വേദികളുണ്ടാക്കി. അത് ഒരു ആധുനിക വ്യവസായ തൊഴിലാളി, ഒരു പഴയ നമ്മുടെ പരമ്പരാഗത വ്യവസായ തൊഴിലാളി, ഒരു കൊണ്ട് നടന്ന് വിൽക്കുന്ന പച്ചക്കറിയോ മീനോ ഒക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വരുമാനമോ തൊഴിലോ ഉള്ള 4 പേരും, ഇതൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മയും, അങ്ങനെ 5 പേരെയാണ് നമ്മൾ പോയി ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. ഭയങ്കര നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. എത്ര കുറച്ച് സമയം ആ സ്ത്രീകൾ, വിശ്രമം എന്നൊന്നുമില്ല. ഈ ജോലി എടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം വിശ്രമം, വിനോദം ഇത് രണ്ടും അവർക്കില്ല. അവർ പുറത്ത് പോയി ജോലി എടുക്കുന്നു, വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ജോലി എടുക്കുന്നു. ഇതാണല്ലോ നടക്കുന്നത്. പത്രത്തിൽ ഓരോ പത്രത്തിലും എത്ര വനിതകൾ പത്രപ്രവർത്തകരായിട്ട്, അതായത് ന്യൂസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ പത്രത്തിലും എത്ര സ്ഥലം സ്ത്രീകളുടെ പറ്റിയുള്ള ന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നെഗറ്റീവ് ന്യൂസ് എത്ര, പോസിറ്റീവ് ന്യൂസ് എത്ര, ഇത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോരുത്തർക്കും തന്നു പഠിച്ചുകൊണ്ട് ചെല്ലാനായിട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ വനിതയിലൊക്കെ ഉണ്ടല്ലോ 60% അഡ്വർടൈസ്മെൻറ്റാണ്, 40% ബാക്കി എന്തെങ്കിലും ഉള്ളത്. അതിൽ തന്നെ ഗർഭിണികൾ എങ്ങനെ പെരുമാറണം, പിന്നെ അടുക്കളത്തോട്ടം എങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ മാത്രമാണ് വരുന്നത്. അത് തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ടൊരു രസകരമായ കാര്യം, ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു.